കഴിഞ്ഞ എപ്പിസോഡിൽ നാം അറബി കുറേ അക്ഷരങ്ങൾ പഠിച്ചിരുന്നു. അത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ആവർത്തനമാണ് ഭാഷയുടെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് പതിക്കണമെങ്കിൽ, നല്ല രീതിയിൽ അത് ഉറപ്പ് വരുത്തണമെങ്കിൽ ആവർത്തിച്ച് പഠിക്കുമ്പോഴേ ആ ഭാഷയുടെ അക്ഷരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഈ ഒന്നേന്ന് എഴുതുന്ന അക്ഷരത്തിൻ്റെ പേരാണ് അലിഫ്. അലിഫ് 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 മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ എഴുതുക. വലത്തോട്ട് അല്പം ചരിവുണ്ട്. അലിഫ് അലിഫ്, ഇതാണ് അലിഫ്. അടുത്ത അക്ഷരം ബാ. ബാ ഇച്ചിരി നീട്ടി പറയുക. ബാ 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 എഴുതാണ്ട് വലതുവശത്ത് നിന്നും ഇങ്ങനെ ഇടത്തോട്ട് വരിക. ഇങ്ങനെ വള്ളം പോലെ എഴുതുന്നതിൻ്റെ പേരാണ് ബാ. ബാ ബാ. ഇതിന് താഴെ ഒരു പുള്ളിയുണ്ട്. താഴെ ഒരു പുള്ളിയുള്ള ഈ അക്ഷരത്തിൻ്റെ പേരാണ് ബാ. ബാ ബാ. അടുത്ത അക്ഷരം താ. ഇപ്പോൾ ബാഇനെ പോലെ തന്നെയാണ് ഈ താ എഴുതുന്നത്. ഈ രണ്ട് പുള്ളി ഇതിന് മുകളിൽ, ബാഇന് താഴെ ഒരു പുള്ളി, ബാഇന് താഴെ ഒരു പുള്ളി, ഇത് ബാ പോലെ എഴുതുന്ന മുകളിൽ രണ്ട് പുള്ളി ഉള്ളതിന് താ എന്ന് പറയും. ഇത് താ. വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് ഇങ്ങനെ നീട്ടി വള്ളം പോലെ നീട്ടി എഴുതുന്ന അക്ഷരത്തിൻ്റെ പേരാണ് താ. ഈ താഇന് രണ്ട് പുള്ളി മുകളിലുള്ള അക്ഷരത്തിന് താ എന്ന് പറയും. ഒരു പുള്ളി താഴെയുള്ള അക്ഷരത്തിന് ബാ എന്ന് പറയും. ഒരു പുള്ളി താഴെയുള്ള അക്ഷരത്തിൻ്റെ പേര് ബാ. രണ്ട് പുള്ളി അതേ അക്ഷരം തന്നെ രണ്ട് പുള്ളി മുകളിലുള്ള അക്ഷരത്തിന് താ എന്ന് പറയും. ഇനി അടുത്തത് സാ എന്ന അക്ഷരമാണ്. ഇതിനെ ഉച്ചരിക്കേണ്ടത് വായിൽ കൂടി കാറ്റ് പുറപ്പെടുവിച്ച് പറയണം. സാ 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 സാ. ഈ ബാഉം താഉം സാഉം എഴുത്ത് ഒരുപോലെയാണ്. പുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു പുള്ളി, രണ്ട് പുള്ളി, മൂന്ന് പുള്ളി. മൂന്ന് പുള്ളി മുകളിലുള്ള അക്ഷരമായ ഈ അക്ഷരത്തിൻ്റെ പേരാണ് സാ. സാ 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 സാ. ഇച്ചിരി നീട്ടി പറയണം. സാ 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 സാ. അത് വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ നീട്ടി എഴുതുക. അടുത്ത അക്ഷരം ജീം. ജീം ജീം. ജീമിനെ എഴുതേണ്ടത് അല്പം മുകളിലോട്ട് എഴുതിയിട്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയി നേരെ പുറകോട്ട് വന്ന് ഒരു അരച്ചന്ദനം വരയ്ക്കുക. നമ്മൾ ചന്ദനക്കല കണ്ടിട്ടില്ലയോ? അതുപോലെ ഈ അരച്ചന്ദനം എന്ന് പറയുന്നത്, അരച്ചന്ദനം എന്ന് പറഞ്ഞാൽ ചന്ദനക്കലയാണ് ഉദ്ദേശിച്ച് പറയുന്നത്. ഇങ്ങനെയായി എഴുതേണ്ടത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി നേരെ പുറമോട്ട് വന്ന് ഇങ്ങനെ. അത് ഓരോ അക്ഷരവും നിങ്ങൾ 100 പ്രാവശ്യം വീതം ആവർത്തിച്ച് എഴുതണം. ഏത് ഭാഷ പഠിക്കുമ്പോഴും ആവർത്തനത്തിൽ കൂടി മാത്രമേ നമുക്ക് എഴുത്തും വായനയും ഹൃദ്യസ്ഥമാക്കാൻ കഴിയൂ. അത് പിന്നെ നമ്മൾ മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജീം ഇതെല്ലാം 100 പ്രാവശ്യം നിങ്ങൾ ബുക്കും പേനായിട്ടേ ഇത് പഠിക്കാനിരിക്കാവൂ. അപ്പോഴത്തേക്ക് ആ ആവർത്തിച്ച് ഇതുപോലെ അങ്ങോട്ട് എഴുതി പഠിക്കുമ്പം പഠനമായി. ഇതിൻ്റെ പേരാണ് ജീം. ഇതേ അക്ഷരം തന്നെ 3 എണ്ണമാണ്. ഇത് താഴെ ഒരു പുള്ളിയുള്ള അക്ഷരത്തിൻ്റെ പേര് ജീം. ജീം ജീം ജീം. അടുത്ത അക്ഷരം ഹാ. പുള്ളി ഇല്ലാത്ത, ജീമിനെ പോലെ ഒരു അക്ഷരമാണിത്. പക്ഷേ ഇതിന് പുള്ളിയില്ല. പുള്ളിയില്ലാത്ത ഈ അക്ഷരത്തിൻ്റെ പേര് ഹാ. ഹാ. തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് പറയണം. നമ്മൾ നല്ല കടുപ്പത്തെ ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ചെന്ന് പറയും, എന്ന് പറയും. അതുപോലെ നീട്ടി പറയണം. തൊണ്ടയ്ക്കൂടെ കാറ്റ് പറയണം. ഹാ ഹാ ഹാ.
ഹാഇനെ എഴുതേണ്ടത് ജീമ് പോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി നേരെ പുറമോട്ട് വന്ന് ഒരു അരച്ചിന്തരൻ എഴുതുക. ഈ അരച്ചിന്തരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദനക്കല കണ്ടിട്ടുണ്ടല്ലോ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരരച്ചന്ദ്രൻ. അതുപോലെ ഈ വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ, അതായത് താഴെ കൂടി ഇങ്ങനെ വളച്ചെഴുതുക. ഇതിൻ്റെ പേര് ഹാ. അപ്പോൾ ഇത് താഴെ ഒരു പുള്ളിയുള്ള അക്ഷരത്തിൻ്റെ പേര് ജീമ്, ഇത് ജീമ്. താഴെ ഒരു പുള്ളി ഉള്ള അക്ഷരത്തിൻ്റെ പേര് ജീമ്, പുള്ളി ഇല്ലാത്ത അക്ഷരത്തിൻ്റെ പേര് ഹാ. ഹാ ഹാ ഹാ. തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് നീട്ടി പറയണം. ഹാ. അടുത്ത അക്ഷരം ഹാ. ഇത് കാർക്കിച്ച് പറയേണ്ട അക്ഷരമാണ്. ജീമും ഹാവും ഹാവും ഒരുപോലെയാണ് എഴുതുന്നത്. ജീമിന് താഴെ ഒരു പുള്ളി, ഹാഇന് പുള്ളി ഇല്ല. ഹാഇന് മുകളിൽ ഒരു പുള്ളി. മുകളിൽ ഒരു പുള്ളിയുള്ള ഈ അക്ഷരത്തിൻ്റെ പേരാണ് ഹാ. നമ്മൾ കാർക്കിച്ചു പറയണം. ഹാ ഇച്ചിരി നീട്ടി പറയണം. ഹാ 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 ഹാ. ജീം എഴുതുന്നതും ഹാ എഴുതുന്നതും എല്ലാം ഇതുപോലെ ഒരുപോലെ തന്നെ ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് മുകളിലൊരു പുള്ളി ഉള്ളതിൻ്റെ പേര് ഹാ. ഹാ ഹാ. അടുത്ത അക്ഷരത്തിൻ്റെ പേര് ദാൽ. ഇതിൻ്റെ പേരാണ് ദാൽ. ഇവിടെ മുതൽ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് എഴുതുക. നല്ല രീതിയിൽ വലിയ അക്ഷരമാക്കിയിട്ടുണ്ട്, അതിനെല്ലാം ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ദാൽ. അടുത്ത അക്ഷരം ദാലിനെ പോലെ തന്നെ എഴുതിയേക്കുന്ന ഒരക്ഷരമാണ് ദാലിനെ പോലെ എഴുതുന്ന ഒരക്ഷരം തന്നെയാണ് ഇത്. ഇതിനെ പുള്ളി ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ഇച്ചിരി നീട്ടി പറയണം. നാക്ക് പല്ല് തമ്മിൽ ചേർത്ത് പിടിക്കരുത്. ഇങ്ങനെ ചേർത്ത് പിടിക്കാതെ നീട്ടി പറയുന്ന. നമ്മുടെ നാക്ക് അല്പം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അല്പം തള്ളി. ഒത്തിരി നീട്ടണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ നാക്ക് വെളിയിലോട്ട് വലുതായിട്ട് തള്ളാതെ വാ തുറന്ന് പിടിച്ചുകൊണ്ട് പറയേണ്ട ഒരു അക്ഷരമാണ്. ലാലിനെ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അത് നിങ്ങൾ എഴുതി ശീലിക്കുക. ലാൽ. അടുത്ത അക്ഷരം റോ. വാ നിറച്ച് ശബ്ദം കയറ്റി പറയണം. എന്ന് പറഞ്ഞാൽ റോയിനെ പറയേണ്ട ഇങ്ങനെ ഫുൾ ശബ്ദം കയറ്റി പറയണം. റോ വെറും റാ എന്ന് പറയരുത്. റോ. അതിങ്ങനെ വലത്തോട്ട് ഇങ്ങനെ വന്ന് ഇതിൻ്റെ വാൽഭാഗം അല്പം മുകളിലോട്ട് നോക്കി നിൽക്കുക, മുകളിലോട്ടാക്കി നിർത്തുക. ഇതിൻ്റെ പേരാണ് റാ. ഇങ്ങനെയാണ് റാഇനെ എഴുതേണ്ടത്. റാ. ഇച്ചിരി കനപ്പിച്ച് പറയുന്ന ഒരു അക്ഷരമാണ് റാ. അടുത്ത അക്ഷരം സായ്. ഇംഗ്ലീഷിൽ നമ്മൾ എസ് പറയാറുണ്ട്, എസ് എന്നുള്ള അക്ഷരം പറയാറുണ്ട്, ഇസഡ് എന്ന് പറയാറുണ്ട്. ഇസഡിൻ്റെ ഉച്ചാരണമാണ് ഈ സായിക്ക്. ഇത് ഒന്ന് മൂളി പറയേണ്ട അക്ഷരമാണ്. ഒന്ന് മൂളി പറയണം. എഴുതേണ്ടത് റാ പോലെ തന്നെയാണ്. അടുത്ത അക്ഷരം സീൻ. ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇങ്ങനെ നിങ്ങൾ എഴുതി ശീലിക്കുക. എല്ലാത്തിനും ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. സീൻ.
അടുത്ത അക്ഷരം ഷീൻ. പശു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഷ, പശു, ദോശ, കാശ്, മീശ എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്ന ആ ഷ എന്ന് പറഞ്ഞാൽ മഷീന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഷായല്ല, ഇത് ഷ. ഷീൻ, ഷീൻ, ഷീൻ. ഇതിന് മുകളിൽ 3 പുള്ളിയുണ്ട്. സീനിനെ പോലെയാണ് ഇത് എഴുത്ത്. ഇതിന് പുള്ളിയുള്ളതുകൊണ്ട് ഷീൻ എന്ന് പറയും, പുള്ളിയില്ലാത്തത് സീൻ എന്ന് പറയും. പുള്ളിയില്ലാത്തത് സീനും മുകളിൽ 3 പുള്ളിയുള്ളതിനെ ഷീൻ എന്നും പറയും. ഷീൻ. അടുത്ത അക്ഷരം സ്വാദ്. സ്വാദ്, സ്വാദ്. ഈ അക്ഷരം പറയുമ്പം വാ നിറച്ച് ശബ്ദം കയറ്റി പറയണം. സ്വാദ്, ഫുൾ ശബ്ദം. സ്വാദ്, 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 സ്വാദ്. വെറും സാധെന്ന് പറയാൻ പറ്റത്തില്ല, അതല്ല ഈ അക്ഷരം. സാധെന്നല്ല, സ്വാദ്, സ്വാദ്, സ്വാദ്. ഫുൾ ശബ്ദം കയറ്റി പറയാം, സ്വാദ്. ഇതിനെ എഴുതേണ്ടത് ഇങ്ങനെ ചരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ വന്ന് തുടങ്ങിയതിൻ്റെ മുകളിലോട്ട് പോയി വരയ്ക്ക് അടിയിൽ കൂടി ഇങ്ങനെ എഴുതുക. ഇതിൻ്റെ പേരാണ് സ്വാദ്. സ്വാദ് എഴുതേണ്ടത് ഇങ്ങനെയാണ്, സ്വാദ്. വാ നിറച്ച് ഫുൾ ശബ്ദം കയറ്റി പറയുക. നമ്മൾ ഈ ഫങ്ഷൻ വീട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ കല്യാണ വീട്ടിലും പിന്നെ പാലുകാച്ചി വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സ്വാഗതം എഴുതി വെച്ചേക്കുന്ന ആ സ്വാദ്, ഇതിൻ്റെ പേരാണ് സ്വാദ്. അടുത്ത അക്ഷരം ല്വാദ്. സ്വാദിനെ പോലെയാണ് ല്വാദ് എഴുതേണ്ടത്, പക്ഷേ പുള്ളിയുടെ വ്യത്യാസം കൊണ്ടാണ് ഇതിനെ വ്യത്യസ്തമായിട്ട് അറിയുന്നത്. ഇതിൻ്റെ പേര് ല്വാദ്. ഈ ല്വാദിനെ പറയേണ്ടത് നാക്ക് അരിക് നീളത്തിൽ നമ്മുടെ സൈഡിലേക്ക് ചേർത്ത് പറയുക. ഒന്നുകിൽ വലതുവശത്തോട്ട് ചേർത്ത് പറയാം, അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചേർത്ത് പറയാം. ഞാൻ എൻ്റെ ഇടതുവശത്തേക്ക് നാക്ക്, അതായത് നാവ് അരിക് നീളത്തിൽ അണപ്പല്ലിനോട് ചേർത്ത് പറയുന്ന അക്ഷരമാണ് ല്വാദ്. ഇനി മാറിപ്പോരുത്. ല്വാദ്, നിങ്ങളും ശീലിക്കണം, ഇങ്ങനെ ആവർത്തിച്ച് ശീലിക്കണം. ല്വാദ്, 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 ല്വാദ്. അങ്ങനെ പറയണം. ല്വാദ്, നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയണം. ല്വാദ്. അടുത്ത അക്ഷരം ത്വാ. ത്വാ, ത്വാ. വാ നിറച്ച് ശബ്ദം കയറ്റി പറയേണ്ട ഒരു അക്ഷരമാണ്. ത്വാ, ത്വാ. ഇത്രയും ശബ്ദം വേണം. ത്വാ, ത്വാ. ഈ അക്ഷരത്തിൻ്റെ പേരാണ് ത്വാ. ഈ ത്വാഇനെ പറയേണ്ടത് വാ നിറച്ച് ശബ്ദം കയറ്റി പറയണം. ത്വാ, ത്വാ, ത്വാ. ഫുൾ ശബ്ദം. ത്വാ. ത്വാഇനെ എഴുതേണ്ടത് അലിഫ് പോലെ ഇങ്ങനെ വലതോട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ ചരിച്ച് എഴുതുക. എല്ലാത്തിനും ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ത്വാ, ത്വാ, ത്വാ. അടുത്ത അക്ഷരം ലാ ആണ്. ത്വാഇനെ പോലെ എഴുതുന്ന ഒരു അക്ഷരമാണ് ഈ ലാ. ഇത് വെറും ലാ എന്നാണ് പറയുന്നത്. ലാ. സ്വാദ് ലാദ് പോലെ പറയരുത്. അതും ഇതുമായിട്ട് രണ്ടും അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. അത് സ്വാദ് ലാദ്, സ്വാദ് ലാദ്. ഇത് ത്വാ ലാ. ഇത് വെറും ലാ എന്നേ പറയൂ, വെറും ലാ എന്നേ പറയൂ. സ്വാദ്, സ്വാദ് വാന്നറ ശബ്ദം നമ്മൾ പഠിച്ച് സ്വാദ് ല്വാദ്, ല്വാദ്. ത്വാ ലാ, ലാ. ഇതും ത്വാഇനെ പോലെയാണ് എഴുതേണ്ടത്. ഇനി അടുത്ത അക്ഷരം, നമ്മളിനി കഴിഞ്ഞ ദിവസം പഠിക്കാത്ത അക്ഷരമാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഐൻ. ഇപ്പോൾ നമ്മുടെ കഴുത്തെ ഒരാൾ കയറി ഞെക്കി പിടിച്ചാൽ എങ്ങനെ നമ്മളിങ്ങനെ കഴുത്ത് ശ്വാസം മുട്ടി എന്ന് പറയും. നമ്മൾ തൊണ്ടയുടെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ സഹായത്തോടു കൂടി പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്.
തൊണ്ടയുടെ സഹായത്തോടു കൂടി പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. അതിനകത്തിലെ ഒരക്ഷരമാണ് ഐന്, ഐനും ഒയിനും. ഇത് ഇതിൻ്റെ പേരാണ് ഐൻ. ഐന് വെറും ഐനെന്നല്ല പറയേണ്ടത്, വെറും ഐനെന്നല്ല പറയേണ്ടത്. ഐന് ഐന് ഐന്. അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയിട്ട് നേരെ പുറമോട്ട് ഇങ്ങനെ വരയ്ക്കും. ഐന് താഴോട്ട് വന്ന ഒരു അരചന്ദ്രൻ, ചന്ദ്രക്കല. ഐൻ ഐൻ ഐൻ. തൊണ്ടയുടെ മധ്യഭാഗം കൊണ്ട് പിന്നെ ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് ഐൻ. ഐൻ ഐൻ ഐൻ. ഇനി അടുത്ത അക്ഷരം ഐൻ. ഇതിന് തൊണ്ടയുടെ മേൽഭാഗം കൊണ്ട്, തൊണ്ടയുടെ സഹായത്തോടു കൂടി പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. തൊണ്ടയുടെ സഹായത്തോടു കൂടി പുറപ്പെടുന്ന 6 അക്ഷരങ്ങളുണ്ട്. ഹംസ്, ഹ. അത് തൊണ്ടയുടെ അങ്ങേ അറ്റത്തു നിന്ന് വരുന്നതാണ്. രണ്ടാമത്തെ അക്ഷരം, അത് 2 അക്ഷരം ഏറ്റവും താഴത്തേന്ന്. രണ്ടാമത്തെ 2 അക്ഷരങ്ങൾ ഐന്, ഹ. അത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് ഐന്, ഐന്, ഹ. ഇത് ഹംസ്, ഹ, ഐന്, ഹ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും. ഇനി ഇത് ഐന്, തൊണ്ടയുടെ മേൽഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. ഐന്, വാ തുറന്ന് പിടിച്ചുകൊണ്ട് ഐന് 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 ഐന്. എഴുതേണ്ടത് ഐൻ്റെ പോലെയാണ് ഒയിന് എഴുതേണ്ടത്. ഇത് ഐനാണ്, ഇത് ഐനാണ്. പുള്ളി ഇല്ലാത്തത് ഐനെന്നും പുള്ളിയുള്ളതിന് ഐനെന്നും പറയാം. ഐന് 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 ഐന്.